everyone. Welcome to day 3 of our 21-day challenge. Kind of the videos again. Thank you so much for all the good responses that you've been giving. It has been really an encouraging time for me. So, in the like this 21-day challenge and the life breakthrough time. So, it has been a very good experience for me as well to learn together, to meditate things for you. It's consistent 21 days, so it's good to stay connected. So stay with me. If you guys are watching, in this video, just because I have the already introduction day 1 I saw a lot of comments from people. Thank you so much for your sweet words. I'm really blessed and humbled. So today we have a lot of interesting things to deal with. So starting with today's verse. In the verse so kind of Proverbs 31 and 11 on 12 on we are going to read verse 13. So the verse is she selects wool and flax and works with eager hands. So works with eager hands ആണ് ഇന്ന് നമ്മളുടെ motto എന്ന് പറയുന്നത് for day 3. So works with eager hands നമുക്ക് എന്താ പറയാൻ പറ്റുക, that shows how hard working a woman should be. We need to be hard working അല്ലേ. So നമ്മളിപ്പോൾ ഹാർഡ് വർക്കിങ്ങിനെ പറ്റി പറയുമ്പം എൻ്റെ ഏറ്റവും വലിയ my personal motivation comes from a verse. Proverbsൽ തന്നെ ഒരു verse ഉണ്ട്, go and learn from the ants എന്ന് പറയുന്നത്. So I thought, what is special about ants അല്ലേ? So അവർ ഭയങ്കര സ്ട്രാറ്റജിക് പ്ലാനിങ് ഉള്ള ഒരു ക്രീച്ചർ ആണ്, സ്മോൾ ക്രീച്ചർ അല്ലേ, വെരി വെരി സ്മോൾ. നമുക്ക് എവിടെയൊക്കെ കണ്ടാൽ ചുമ്മാ കൊല്ലുന്ന ഒരു ക്രീച്ചർ, അതിൻ്റെ ലൈഫ് അത്രേ ഉള്ളൂ. സോ ഇത്രയും കുഞ്ഞൊരു ക്രീച്ചറിന് ഭയങ്കര വിഷൻ ഉള്ളൊരു ക്രീച്ചറായിരുന്നു. ബിക്കോസ് ഈ ആംസ് എന്ന് പറയുന്നത് അതിന് ഭയങ്കര പ്ലാനിങ്ങാണ്. ബിക്കോസ് ഓൾറെഡി വിൻ്റർ സീസണിന് വേണ്ടി അവർക്ക് ഫുഡ് എന്താ പറയുക നേരത്തെ ഇവർ പ്രിസർവ് ചെയ്ത് വെക്കും. അപ്പം ദേ ഹാവ് എക്സലൻറ്റ് പ്ലാനിങ്. സോ ബിഫോർ വി വർക്ക് ഹാർഡ് ഇറ്റ് ഈസ് നെസസറി ദാറ്റ് വി പ്ലാൻ. എന്തിനു വേണ്ടിയാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് ആ ഒരു സംഭവം നമുക്ക് എന്തായാലും നോക്കാം. സോ ബിഫോർ വി സ്റ്റാർട്ട് ടു വർക്ക് ഹാർഡ് വി നീഡ് ടു ഹാവ് എ വിഷൻ ബിഫോർ അസ്. നമുക്ക് കുറച്ച് ക്ലിയർ ഗോൾസ് വേണം. എന്തിനു വേണ്ടിയാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്? ചുമ്മാ ഹാർഡ് വർക്ക് ചെയ്തിട്ടൊരു കാര്യമില്ല. സോ വി നീഡ് ടു ചൂസ് വാട്ട് വി ഫോക്കസ്. എന്താണ് നമ്മൾ ലൈഫിൽ ഫോക്കസ് ചെയ്യേണ്ടത്, എന്ത് ഗോൾസിനെയാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, എന്നിട്ട് വേണം നമ്മൾ ഹാർഡ് വർക്കിംഗ് ചെയ്യാൻ. ബിക്കോസ് വെനെവർ വി ഡു തിങ്സ് നമ്മൾ റൈറ്റ് ഡയറക്ഷനിലും റൈറ്റ് ഗൈഡൻസും കോച്ചിങ്ങും കിട്ടിയിട്ട് ചെയ്യുമ്പോഴാണ് അത് ഇഫക്റ്റീവ് ആവുന്നത്. ഓർ എൽസ് ഇറ്റ് വുഡ് ബി ഫോർ നത്തിങ്. So for better output, we need to make sure that we set the right priorities before we start working. സോ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, നമുക്കൊക്കെ പ്രോഡക്റ്റീവ് ആവാൻ പറ്റും, എക്സ്ട്രീംലി പ്രോഡക്റ്റീവ് ആവാൻ പറ്റും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പം. ആൻഡ് മോർ ദാൻ ദാറ്റ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലെ സീസൺസ് സെയിം ആവണമെന്നില്ല. നമ്മുടെയൊക്കെ ലൈഫിലെ സീസൺസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ ഫേസസ് ഉണ്ട് നമുക്കൊക്കെ. അപ്പോൾ അതിനൊക്കെ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാൻ ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ ഐ ഹാവ് സംതിങ് ഇൻട്രസ്റ്റിംഗ് ഫോർ യു. ഇത് നിങ്ങൾ കാണണം, ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ Proverbs 31 verse എടുക്കുന്നത്. So I don't know how many of you have heard to make a self contract for yourself. നമ്മളൊക്കെ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന വലിയ ബിസിനസ് കാര്യങ്ങളോ അല്ലെ നമ്മൾ എന്തെങ്കിലും ഹൗസ് റിലേറ്റഡ് കാര്യങ്ങളും അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്. സോ വാട്ട് അബൌട്ട് ഹാവിങ് എ കോൺട്രാക്ട് ഫോർ എ ലൈഫ്? കാരണം നമ്മളുടെ ലൈഫ് ഏറ്റവും വലിയൊരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫാണ്. നമുക്ക് ഒരുപാട് ക്രിയേറ്റീവ് ആവാൻ പറ്റും. We don't know when we are going to die. അപ്പോൾ ആ മരിക്കുന്ന ദിവസം വരെ we'll have to work. You have to leave your imprint before you leave this world. I thought of introducing something that I did last year. What I made was I made a self contract for myself. അപ്പോൾ ഞാൻ എൻ്റെ കോൺട്രാക്റ്റിൽ I have taken a vow to work on time, to be hard working. I have taken a commitment to myself to stay committed to my goals and rules. I have made certain choices or certain decisions to agree to myself. I will always be appreciative. I'll always lead with integrity. I'll always be honest. I will always be of service. ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡിസിഷൻസ് ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഡിസിഷൻസ് എടുക്കണം. ഇപ്പം എൻ്റെ 10th 1 എന്ന് പറയുന്നത് എവറി ഡേ നീഡ്സ് എ ന്യൂ മീ
for the new problems. What's gone is gone. ഇപ്പം നമുക്കറിയാം ഇന്നത്തെ ഫുഡിൻ്റെ എനർജി കൊണ്ട് നമുക്ക് ഇന്ന് ജീവിക്കാൻ പറ്റത്തില്ല. ഇന്ന് നമുക്ക് എനർജി വേണമെങ്കിൽ ഇന്നത്തെ ഫുഡ് വേണം. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിനും ഇറ്റ് ടേക്സ് എനർജി. ഇപ്പം നാളെ ഒരു പുതിയ പ്രശ്നം വന്നാൽ ഒരു 8 months ബാക്ക് ഉള്ള ഒരു സൊല്യൂഷനും കൊണ്ട് നമുക്ക് നാളത്തെ പ്രശ്നം ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. സോ യു നീഡ് ന്യൂ സൊല്യൂഷൻസ് ഫോർ യുവർ സെൽഫ്. സോ ഞാൻ എൻ്റെ ലൈഫിൽ എടുത്തേക്കുന്ന ഒരു മോട്ടോ, എവറി ഡേ നീഡ്സ് എ ന്യൂ മീ. ആൻഡ് ദർ ഇസ് എ ബ്യൂട്ടിഫുൾ കോട്ട് ദാറ്റ് മേക്സ് മീ അപ്പ്. എവറി ഡേ ഈസ് എ ന്യൂ ഡേ ഫോർ എ വൈസ് പേഴ്സൺ. എന്ന് വെച്ചാൽ നമ്മുടെ പഴയ പാസ്റ്റിൻ്റെ ബാഗേജ് ഒക്കെ നമ്മൾ എപ്പോഴും കൂടെ കൊണ്ടുവന്ന് നടക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് സംതിങ് ഐ ഹാവ് സെറ്റ് ഫോർ മൈ സെൽഫ്. ആൻഡ് ദിസ് ഡിപ്പെൻഡ്സ്, യുവർ സെൽഫ് കോൺട്രാക്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ പേഴ്സണാലിറ്റി. സെക്കൻഡ് പേജിൽ ഞാൻ വെച്ചേക്കുന്ന കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഒരുപാട് ഡിസിഷൻസ് എടുക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കും. ബിക്കോസ് ഫോർ മീ ഗോഡ് ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ മൈ ലൈഫ്. പിന്നെ അതുപോലെ തന്നെ ദർ ഇസ് വൺ വൈൽഡ് ആൻഡ് പ്രഷ്യസ് ലൈഫ് ഐ ഹാവ്. അപ്പം ഐ റിമെമ്പർ ഇറ്റ്. അപ്പം നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഓർക്കാൻ വേണ്ടി കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഫോർഗീവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്കൊരു സെൽഫ് കൺട്രോൾ ഉണ്ടെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറച്ച് റൂൾസ് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കോർ വാല്യൂസ് എപ്പോഴും നമുക്ക് എല്ലാവർക്കും കുറച്ച് കോർ വാല്യൂസ് വേണം ലൈഫിൽ. ഫോർ മീ ഐ ഹാവ് സം കോർ വാല്യൂസ്, ഇൻറ്റഗ്രിറ്റി, അല്ലെങ്കിൽ റെസിലിയൻസ്, അല്ലെങ്കിൽ പ്യൂരിറ്റി, ഹോളിനെസ്, ഇങ്ങനെ കുറച്ച് കോർ വാല്യൂസ് നമുക്ക് ഒരിക്കലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് വാല്യൂസ് നമുക്ക് വേണം. അതൊക്കെ നമ്മളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എഴുതാം. അത് കഴിഞ്ഞിട്ട് വാട്ട് ഐ ഹാവ് ഡൺ ഇസ് റൂൾസ് ആൻഡ് പേഴ്സണൽ പ്രെഫറൻസസ്. നമുക്ക് എല്ലാവർക്കും ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ട്രേറ്റാണ്. സോ വി ഓൾ ഹാവ് ഡിഫറെൻറ്റ് പേഴ്സണൽ പ്രെഫറൻസസ് ഫോർ അവർ ലൈഫ്. അപ്പം എനിക്ക് കുറച്ച് പേഴ്സണൽ പ്രെഫറൻസസ് ഉണ്ട്. ചിലപ്പം it might be for my character trait, I try to stay away from criticisms as much as it is possible. So that's my personal preference. അല്ലെങ്കിൽ ഡിറ്റർമിൻഡ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോൾഡ് ആവുന്നത്, സർട്ടൺ സർക്കംസ്റ്റൻസിൽ നമ്മളെങ്ങനെ ആക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കുറച്ച് പേഴ്സണൽ പ്രെഫറൻസസ് ആഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ എത്തിക്സ് ആൻഡ് കോർ വാല്യൂസ്. സം എക്സാമ്പിൾസ് ആർ പേഷ്യൻസ്, ഹ്യൂമിലിറ്റി, കൺസിസ്റ്റൻസി, റെസിലിയൻസ്. ഇതൊക്കെയാണ് കുറച്ച് കോർ വാല്യൂസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് part of your self contract to yourself is your goal. Because നമ്മളൊരു ക്ലിയർ ഗോൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്കൊരു ഡയറക്ഷൻ വേണം. സോ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പം ഇറ്റ് ഗിവ്സ് us a direction where you have to go. ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ മാപ്പ് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഒരു ഡെസ്റ്റിനി മൈൻഡിൽ ഇല്ലാതെ ഒരിക്കലും നമ്മളുടെ വണ്ടിയുടെ സ്റ്റിയറിംഗിൽ പിടിച്ചിട്ട് കാര്യമില്ല. വി ഓൾവേസ് മേക്ക് ഷുവർ where we want to reach, അല്ലേ? So whenever you are hard working, make sure you have a clear picture. അപ്പോൾ ഇത് ചിലപ്പം ഗോഡ് ഗിവൻ ഡ്രീംസ് ആയിരിക്കും. ഫോർ മീ സ്പെഷ്യലി ഞാൻ ഇതിലേക്ക് വരാം. നമ്മളുടെ ഗോൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് ഗോഡിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യണമെന്നുള്ളത് ഞാൻ കുറച്ച് നിമിഷത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ്. സോ ഇറ്റ്സ് ഓൾ കണക്റ്റഡ് ടുഡേ. സോ അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഐ ഹാവ് മെയ്ഡ് 5 goals, of which 3 are very important. So you should have at least 3 main goals. എന്ന് വെച്ചാൽ 1 ആണെങ്കിലും കുഴപ്പമില്ല, 3 goals നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. അതിൻ്റെ അപ്പുറത്തോട്ടുള്ളതൊക്കെ ഇച്ചിരി വില കുറച്ചാൽ മതി. ബിക്കോസ് ഐ ഹേർഡ് എ കൊട്ടേഷൻ വിച്ച് സേസ് ദാറ്റ് ഇഫ് യു ഹാവ് മോർ ദാൻ 5 goals then you have no goals at all എന്ന്. അപ്പം നമ്മളൊരു 3 main goals സെറ്റ് ചെയ്യുക. ഗോൾസ് സെറ്റ് ചെയ്യാൻ മാത്രമല്ല, ഓരോ ഗോൾസിൻ്റെ അടിയിൽ യു ഹാവ് ടു ക്രിയേറ്റ് സ്മോൾ സ്റ്റെപ്സ്. എന്തൊക്കെ സ്റ്റെപ്സ്, കുഞ്ഞു സ്റ്റെപ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഡെയിലി ബേസിസിൽ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാൻ പറ്റും ആ ഗോൾസിൽ റീച്ച് ചെയ്യാൻ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് റെസൊല്യൂഷൻസ് എഴുതാം. ഇപ്പം ഫോർ മീ ഐ ഹാവ് ടേക്കൻ എ റെസൊല്യൂഷൻ ടു റീഡ് മോർ. അല്ലെങ്കിൽ ഞാൻ എടുത്ത ഒരു റെസൊല്യൂഷൻ ആയിരുന്നു ബൈ ഹാർട്ട് 1 Bible വേഴ്സ് ഡെയിലി. അങ്ങനെ എന്തെങ്കിലും അല്ലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പ്രാക്ടീസ് ചെയ്യുക. ദാറ്റ് ഈസ് ഡെയിലി 5 കാര്യങ്ങൾ നമുക്ക് താങ്ക് യു പറയാൻ എന്നും എഴുതുക. ഇങ്ങനെയുള്ള റെസൊല്യൂഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. സോ യു ക്യാൻ ക്രിയേറ്റ് എ ഡോക്യുമെൻറ്റ് ഫോർ യുവർ സെൽഫ് ടു ചെക്ക് ഓൺ യുവർ സെൽഫ്. ഇതൊക്കെ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ ലൈഫ് വാല്യുബിൾ ആണ്, നമ്മുടെ ലൈഫ് പ്രഷ്യസ് ആണ്. സോ ഡെഫിനറ്റ്ലി കീപ്പിംഗ് എ സെൽഫ് എഗ്രിമെൻറ്റ് ടു യുവർ സെൽഫ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് കെൻ ബി എ ന്യൂ തിങ് ഫോർ യു. ഐ മീൻ നമ്മൾക്ക് എക്സൈറ്റഡ് ആവാനും നമ്മുടെ ലൈഫിനെ പറ്റി നമുക്ക് പാഷനേറ്റ് ആവാനും ഉള്ളൊരു ചെറിയൊരു സ്റ്റെപ്പാണിത്. സോ ഇവിടെ അവസാനം നമ്മൾ എല്ലാ ഗോൾസിനും ഒരു ഡെഡ് ലൈനും വെക്കുന്നത് ഇറ്റ്സ് ഗുഡ്. ആൻഡ് ഫൈനലി ഐ ഹാവ് ടേക്കൻ എ നോട്ട് ടു മൈ സെൽഫ്. I, Keziah James, have set a goal to achieve this. I understand that to achieve this goal, I must take not only action but massive action. And to achieve this goal, I must take responsibility for my actions and results. This is most important. കാരണം നമ്മുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ, അന്ന് ഇങ്ങനെ ചെയ്തായിരുന്നു ഇങ്ങനെ ആയേനെ, ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നേ. ഡോണ്ട് ബ്ലെയിം എനി വൺ ഫോർ യുവർ സർക്കംസ്റ്റൻസസ്. നമ്മുടെ ലൈഫിൽ മാറ്റം നമുക്ക് വരാൻ പറ്റുന്നത് നമ്മളാണ്. നമ്മുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കണം.
ഓക്കെ, എനിക്കിങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി, ഇനിയും എനിക്കത് മാറ്റാൻ പറ്റും അല്ലെ. വെൻ യു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ലൈഫ്, തിങ്സ് ചേഞ്ച്. ബ്ലെയിമിങ് അതേഴ്സ് or blaming on your circumstances for something that has happened to you is a very cheap attitude which we should change. At some point I was also like this. I used to tell, അയ്യോ എനിക്ക് ഇച്ചിരൂടെ നല്ലൊരു എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആവത്തില്ല. ബട്ട് ഐ സ്റ്റോപ്ഡ് ഡൂയിങ് ദാറ്റ്. ഐ സ്റ്റാർട്ടഡ്. നമ്മളിപ്പോൾ എവിടെയാണോ അവിടെ നമുക്ക് ക്രിയേറ്റീവ് ആവാനും പ്രോഡക്റ്റീവ് ആവാനും ഒക്കെ പറ്റും. So coming to today's devotion, because today's devotion can help us a lot. ഇന്നത്തെ നമ്മളുടെ എലിസബത്ത് ജോർജിൻ്റെ നമ്മളുടെ devotion is related to prayer. A heart committed to prayer. This is very important for a woman after God's own heart. So when we pray, we lean on a supreme power, ഒരു ഹയർ ഫോഴ്സിനോട് നമ്മൾ പവർ ചോദിക്കുക. സോ അതിന് ഹ്യൂമിലിറ്റി വേണം. നമ്മളൊക്കെ ഹ്യൂമിലിറ്റി എങ്ങനെ താഴ്മ എങ്ങനെ വരുത്താൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. സോ നമുക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹയർ ഫോഴ്സിനോട് സബ്മിസീവ് ആവുന്ന ഒരു പ്രോസസ്സാണ് പ്രെയർ. അതിന് നമ്മൾ ഹമ്പിൾ ആവണം ആദ്യം. വി ഷുഡ് ബി ഹമ്പിൾ ഇനഫ് ടു ലെറ്റ് ഗോ. നമ്മളുടെ കയ്യിൽ നമ്മൾ വെച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കാൻ ആദ്യം നമ്മളുടെ മനസ്സ് പ്രിപ്പയർഡ് ആയാലേ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തുള്ളൂ. Because you are asking help to a higher power. And there is this beautiful quotation that I have had about prayer. 14th century Roman theologian Saint Augustine പറഞ്ഞൊരു quotation ആണ്. Our hearts will remain restless until they find rest in God. This has been very true for me. നമ്മൾ ദൈവത്തോട് കണക്റ്റഡ് ആവുന്നത് വരെ നമ്മളുടെ ഹാർട്ട് റെസ്റ്റ്ലെസ് ആയിരിക്കും. എനിക്കറിയാം ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്തിനാ ലൈഫ്, എന്തിനാ ജീവിക്കുന്നത്, നമ്മുടെ ലൈഫിൻ്റെ മീനിങ് ഇല്ല, എന്ത് പേർപ്പസാണ് എന്നൊക്കെ അലയുന്നത്. പക്ഷേ എൻ്റെ ലൈഫിൽ എൻ്റെ പേർപ്പസും എൻ്റെ ഐഡൻറ്റിറ്റിയും ഒക്കെ ഞാൻ കണ്ടുപിടിച്ചതും എനിക്കതിൻ്റെ ഒരു അഷുറൻസ് കിട്ടിയതും പ്രെയർ റൂമില്ല. നത്തിങ് ക്യാൻ ചേഞ്ച് യു ലൈക്ക് പ്രെയർ ക്യാൻ. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളത് റിഫൈൻ ചെയ്യും. നമ്മളുടെ ഡ്രീംസ് നമുക്ക് ഒരുപാട് പേര് എനിക്കറിയാം അവരുടെ ഡ്രീംസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ ഡ്രീംസ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമ്മുടെ പ്രെയറും. അത് മാത്രമല്ല പല രീതിയിലായിരിക്കും പ്രെയർ. ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത ഒരു ഏരിയയാണ് പ്രെയർ ലൈഫ് എന്ന് പറയുന്നത്. ഐ ഹാഡ് നോ ഐഡിയ എങ്ങനെയാണ് പ്രെയർ ലൈഫ്. തന്നെ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കുക, ഒറ്റയ്ക്ക് ഐസൊലേറ്റഡ്. എല്ലാവർക്കും അത് എളുപ്പമല്ല, എനിക്ക് ഒട്ടും എളുപ്പമല്ല. കണ്ണടച്ച് ഒരു ഐസൊലേറ്റഡ് ഏരിയയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. I'm not a person like that. So എൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഫേസിൽ ഐ യൂസ് ടു റൈറ്റ് മൈ പ്രെയർ ബിക്കോസ് എനിക്ക് ഏറ്റവും എന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് റൈറ്റിങ്ങിലൂടെയാണ്. സോ ഐ സ്റ്റാർട്ടഡ്, എനിക്ക് ഇൻറ്റിമേറ്റ് ആവാൻ പറ്റുന്നത്. സോ ഐ ചൂസ് ദാറ്റ് മെത്തേഡ് അറ്റ് ഫസ്റ്റ് ടു ഗെറ്റ് കണക്റ്റഡ് ടു ഗോഡ്. എൻ്റെ ഫിയേഴ്സ് പറയാനും നമുക്കുള്ള വിഷമങ്ങൾ പറയാനും നമ്മുടെ ആൻസൈറ്റി പറയാനും അല്ലെങ്കിൽ നമ്മൾക്കൊരു നല്ല കാര്യം വരുമ്പോൾ അതിൻ്റെ താങ്ക് യു എക്സ്പ്രസ് ചെയ്യാനൊക്കെ എനിക്ക് ആദ്യം എളുപ്പം ഇറ്റ് വാസ് റൈറ്റിംഗ് ഔട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് പോലെ. ദർ ആർ ഡിഫറെൻറ്റ് ഫേസസ് ദാറ്റ് യു ക്യാൻ ഹാവ് in your prayer life. It is a growth. ഈ പ്രെയർ പഠിക്കുന്ന ഒരു ഗ്രോത്ത്. ഒറ്റയടിക്ക് നമുക്ക് അടിപൊളി പ്രയർഫുൾ പേഴ്സൺ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ഫേസസ്. ഫോർ മീ എൻ്റെ ഫസ്റ്റ് ഫേസ് ഇതായിരുന്നു. സെക്കൻഡ് ഫേസിൽ ഐ സ്റ്റാർട്ടഡ് ഡിക്ലെയറിങ് ഔട്ട് വേഴ്സസ്. ബൈബിൾ വേഴ്സസ് നമ്മൾ ഡിക്ലെയർ ഔട്ട് ചെയ്യുന്നത് ചില സിറ്റുവേഷൻസിൽ നമ്മൾ പേടിക്കുമ്പം ഐ യൂസ് ടു മെമ്മറൈസ് വേഴ്സസ്. സോ വേഴ്സസ് ഡിക്ലെയർ ഔട്ട് ചെയ്യാം. whenever you are scared or whenever you feel like you're confused, you declare out verses. അതും ഒരു പ്രയറിൻ്റെ ഫോം. And yes, prayer doesn't have to be lengthy. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അത് മാറ്റാം. പ്രെയർ ലെങ്തി ആവണമെന്നോ 30 minutes വേണമെന്നോ 1 hour വേണമെന്നോ ടൈം ബൗണ്ട് ഒരു കാര്യമല്ല. ബിക്കോസ് യു ക്യാൻ ഗോ ടു ഗോഡ് വെനെവർ യു വാണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് അന്നേരം ദൈവസന്നിധി നമുക്ക് ഇരിക്കാൻ പറ്റും. സോ ചില സമയം നമ്മളിപ്പോൾ ഒരു ബൈബിൾ വേഴ്സ് വായിക്കുമ്പോൾ പെട്ടെന്ന് ഇഫ് ഇറ്റ് അബൌട്ട് ബീങ് കൈൻഡ് ഓർ ബീങ് ഫോർഗീവ്നെസ് അല്ലെ ദൈവം യു ആർ മൈ ഷീൽഡ്, യു ആർ മൈ സ്ട്രെങ്ത് എന്ന് വായിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അന്നേരം തന്നെ ലോർഡ് യു ആർ മൈ സ്ട്രെങ്ത്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് മാറ്റേണ്ട സ്വഭാവമാണ് ഗോഡ് ഹെൽപ്പ് മീ ടു ബി കൈൻഡ്, ഹെൽപ്പ് മീ ടു ബി ഫോർഗീവിങ്. അത്ര മതി. എന്ത് കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ക്യാൻ ടേക്ക് എ പോസ്. ഗോഡ് ഈസ് ഓൾവേസ് നിയർ അസ്. അപ്പോൾ നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കത് ഇഷ്ടപ്പെട്ട ചിലപ്പോൾ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും നമുക്കൊരു കാര്യം ഡ്രീം ചെയ്യണമെന്ന് തോന്നി, ഓ ഗോഡ് ദിസ് ഇസ് ബ്യൂട്ടിഫുൾ, ഐ വോണ്ട് ടു ബി ലൈക്ക് ദിസ്. അതും ഒരു ഫോം ഓഫ് പ്രെയർ. പ്രെയറിലേക്ക് എന്നെ ഇച്ചിരി സീരിയസ് ആക്കിയ പ്രെയർ ലൈഫിലേക്ക് സീരിയസ് ആക്കിയ കുറച്ച് ട്രൂത്ത്സ് ഉണ്ട്. കുറച്ച് സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിൽ ഡെഫിനറ്റ്ലി ഫീൽ ദാറ്റ് ദിസ് ഇസ് സംതിങ് ദാറ്റ് വി ഷുഡൻറ്റ് അവോയ്ഡ്. നമ്മൾ ഒരിക്കലും പോസ്റ്റ്പോണ്ട് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമല്ല പേഴ്സണൽ പ്രെയർ. എന്നെ തോന്നിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാണ്. ദർ ഇസ് നത്തിങ് ആസ് ബ്യൂട്ടിഫുൾ ആസ് ഗെറ്റിംഗ് ബ്രോക്കൺ ബിഫോർ ഓൾമൈറ്റി ഗോഡ്. നമ്മുടെ തെറ്റുകളും കുറവുകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയ. നമ്മളോട് ദൈവം ഒരുപാട് ദൈവത്തിൻ്റെ ഡ്രീംസ് ഷെയർ ചെയ്യുന്ന ഏരിയ. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു ഏരിയ ആണ്. അത് മാത്രം
മാത്രമല്ല, all the men in the Bible who did great things won the battle because they spent time alone with God. നമുക്കറിയാം ഒരുപാട് ആൾക്കാർ, നമ്മൾ ദാവീദിൻ്റെ സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. ബട്ട് വി ഫോർഗെറ്റ് അറ്റ് ടൈംസ് ദാറ്റ് അവർക്കൊരു വിജയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ദേ വർ കണക്റ്റഡ് ടു ഗോഡ് at some point in their life. At some point in their life ഒരു കുറേ വർഷങ്ങൾ അവർ ദൈവത്തോട് ടൈം അലോൺ സ്പെൻഡ് ചെയ്തതിൻ്റെ സക്സസ് ആണ് പിന്നീട് നമ്മുടെ ലൈഫിൽ അനുഭവിക്കുന്നത്. ആൻഡ് ഐ ക്യാൻ ടെൽ ഇറ്റ് വിത്ത് മൈ ലൈഫ്. സോ വെൻ യു പ്രേ ഇറ്റ് ഡീപ്പൻസ് യുവർ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ്. നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം സംസാരിച്ചു, 2 ദിവസം സംസാരിച്ചു, ദ മോർ യു ടോക്ക് ദ മോർ സ്ട്രോങ് യുവർ ബോണ്ട് ഗെറ്റ്സ്. അതുപോലെ തന്നെയാണ് there was a time in my life where എൻ്റെ prayer life was strong ആയത്. God asked me one day he asked me how നിനക്ക് ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടി നീ എന്തൊക്കെയാണ് ചെയ്യുന്നത്, how do you spend time? So I started thinking, നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടി നമ്മൾ എവിടെയെങ്കിലും ടൈം കിട്ടിയാൽ നമ്മളത് സ്ക്വീസ് ചെയ്ത് നമ്മൾ ഓടി ആളുടെ അടുത്ത് തന്നെ ചെല്ലും, അല്ലേ എപ്പോഴേലും മിണ്ടാൻ കിട്ടുമ്പോഴോ നമുക്ക് മീറ്റ് ചെയ്യാൻ കിട്ടുമ്പോഴോ നമുക്ക് അവരോട് എത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നോക്കും. So that same applies with God. When we love God, we need to spend time with God. So that depends upon your personality trait. For me, ചിലപ്പം I write out my thoughts to God. ചിലപ്പം I try to worship. It's about praising God. Worship is the most integral part of my life. എനിക്ക് യേശുവിനോട് ടൈം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാനുള്ളത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം one is worship. I take my guitar and worship whenever I can. Second thing is to write out my feelings, what I feel. നമ്മുടെ ഡേ എങ്ങനെ പോയി എന്ന് നമുക്ക് പറയാം, നമുക്ക് ദൈവത്തോട് ചോദിക്കാം ഓരോ കുഞ്ഞു ചോയ്സസ്, ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ. ഇതൊക്കെ പ്രേയറിൻ്റെ ഒരു ഭാഗമാണ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു ഡെവലപ്പ്, അല്ലേ? നമ്മളൊക്കെ പല രീതിയിലാണ് സ്നേഹിക്കുന്നവരാണ്. ഞാൻ സ്നേഹിക്കുന്ന രീതി എല്ലാവർക്കും വേറെ ആൾക്ക് സ്നേഹിക്കാൻ പറ്റുന്ന. ദാറ്റ് അപ്ലൈസ് ടു യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. യു ഹാവ് ടു ഡിസൈഡ് ഹൗ യു വോണ്ട് ടു കീപ് യുവർ ബോണ്ട് വിത്ത് ഗോഡ്. ഇതൊക്കെയാണ് എൻ്റെ മെത്തേഡ്. സോ ദീസ് മൈറ്റ് ഹെൽപ്പ് യു ഔട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാക്ക് സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വിത്ത് ടൈം യു ഗെറ്റ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ. ദ മോർ ടൈം യു സ്പെൻഡ് ടു കമ്മ്യൂൺ വിത്ത് ഗോഡ്, ദ മോർ യു ക്യാൻ ഗെറ്റ് സ്ട്രോങ്ങർ, അല്ലേ? നമ്മളൊരാളോട് മിണ്ടുമ്പം ദ മോർ ടൈം യു ഇൻവെസ്റ്റ് മോർ ടൈം ടു ഗെറ്റ് ക്ലോസർ ടു ദാറ്റ് പേഴ്സൺ, അല്ലെങ്കിൽ നമ്മളുടെ ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി. അപ്പം 10 ദിവസം മുമ്പുള്ള സ്റ്റേറ്റസ് അല്ലായിരിക്കും ഇപ്പോഴത്തെ നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് ആഫ്റ്റർ 10 days of talking. So talking can do a lot to our relationship with God. And അതുപോലെ തന്നെ one more quotation is there which I feel like I should share to you. സെയിൻറ്റ് ജോൺ പറഞ്ഞ ഒരു 8th century ജീവിച്ച ഒരു തിയോളജിനാണ്, പുള്ളിയുടെ ഒരു കൊട്ടേഷനാണ്. Prayer reminds you of our position in the cosmic order. നമുക്കെല്ലാം കോസ്മിക് ഓർഡറിൽ നമുക്കൊരു പൊസിഷനുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ടാലൻസ് തന്ന് ദൈവം വിട്ടേക്കുന്നത് നമ്മളത് മറ്റുള്ളവർക്ക് വേണ്ടി യൂസ് ചെയ്യാനാണ്. നമ്മൾ എന്ത് കാര്യം ഈ ലോകത്തിൽ ചെയ്താലും മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ബെനിഫിറ്റ്സ് അതർ പീപ്പിൾ. വി ആർ ഓൾ ബ്ലെസ്ഡ് ബൈ ഗോഡ് വിത്ത് ഡിഫറെൻറ്റ് ടാലൻസ്. നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ചിലവർ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് ഹെൽപ്പ് ചെയ്യാനായിരിക്കും അവരുടെ കോളിങ്, ചിലർക്ക് പാട്ട് പാടാനായിരിക്കും കോളിങ്, ചിലവർ നല്ല പാട്ട് എഴുതും, അതാണ് നമുക്ക് ഹീലിംഗ് തരാനായിരിക്കും, ചിലവരുടെ പ്രസന്നമായിരിക്കും നമ്മളെ ടച്ച് ചെയ്യുന്നത്. സോ ഡിഫറെൻറ്റ് പീപ്പിൾ ഡു ഡിഫറെൻറ്റ് തിങ്സ് ആൻഡ് ദേ ഫൈൻഡ് ദർ പൊസിഷൻ ഇൻ ദ കോസ്മിക് ഓർഡർ. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി വി ആർ എ പൊസിഷൻ ഇൻ കോസ്മിക് ഓർഡർ. എനിക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഈ ലോകത്ത് ചെയ്തു തീർക്കാൻ. നിങ്ങൾക്കും കാണും. അത് ദൈവം തന്ന ചാലഞ്ചിൽ കൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഹൗ ടു സം പീപ്പിൾ റൈറ്റ്, സം പീപ്പിൾ ടോക്ക് ടു അതർ പീപ്പിൾ. ചിലവരുടെ പ്രസൻസ് മാത്രം മതി, അല്ലെ ചിലവരുടെ ഫിസിക്കൽ പ്രസൻസിൽ തന്നെ നമുക്കെല്ലാം ഹീലാവും. ചിലർ ഡോക്ടേഴ്സ് ആവും. സം ഡോക്ടേഴ്സിനോട് മിണ്ടി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു, ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ പകുതി അസുഖം മാറും നല്ല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ. ദാറ്റ് ഈസ് ദെയർ പൊസിഷൻ ഇൻ ദിസ് കോസ്മിക് ഓർഡർ. സോ ഫൈൻഡ് ഔട്ട് യോഴ്സ് വെരി സൂൺ. So this is all about my experiences with prayer. And one more അടിപൊളി example that I have is Jesus' prayer. എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള പ്രയർ ലൈഫിൽ ജീസസാണ്. കാരണം ജീസസ് വാസ് കൺസിസ്റ്റൻ്റ് ഇൻ ടോക്കിംഗ് ടു ഹിസ് ഫാദർ റെഗുലർലി. എപ്പോഴും പബ്ലിക് മിനിസ്ട്രിക്ക് മുമ്പ് എപ്പോഴും പ്രൈവറ്റ്ലി യേശു പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ദാറ്റ് ഹാസ് ഇൻസ്പയർഡ് മീ. സെക്കൻഡ് തിങ് ഇസ് നമ്മളുടെ സീക്രട്ട് ലൈഫിൽ നമ്മളെ ബിൽഡ് ചെയ്യുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി പ്രെയർ ആണ്. അത് നമുക്ക് വേണം. ആൻഡ് ദ തേർഡ് തിങ് ഇസ് ജീസസ് പ്രേഡ് ഫോർ ഇമ്പോസിബിൾ തിങ്സ്. എങ്ങനെയാണെന്ന് അറിയാം,
എന്നെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം സ്വാധീനിച്ച ഒരു തോട്ടാണ്. വൺസ് ഐ വാസ് ലൈക്ക് വാക്കിംഗ് ആൻഡ് ദെർ വാസ് ദിസ് തോട്ട് വിച്ച് കെയിം. നമുക്കറിയാം യേശുവിൻ്റെ അവസാനത്തെ പ്രാർത്ഥന ഗെത്സമനിൽ വെച്ചിട്ട് പറ്റുമെങ്കിൽ ഈ ഒരു പാനപാത്രം എൻ്റെ നിന്ന് മാറ്റണം. ബിക്കോസ് ജീസസ് വാസ് ലൈക്ക് എനിക്ക് ഇത്രയും വലിയൊരു സഫറിങ് എടുക്കാനുള്ള കെൽപ്പില്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇത് പറ്റുമെങ്കിൽ ഈ സഫറിങ് ഒന്ന് മാറ്റാവോ എന്ന് യേശു പ്രാർത്ഥിച്ച ഒരു നിമിഷമുണ്ട്. പക്ഷേ നമ്മളൊന്ന് ഗോസ്പൽസ് ഒക്കെ വായിച്ചു നോക്കിയാൽ throughout the gospel Jesus was being prepared for this death moment. ഈ ഒരു മരിക്കുന്ന ഒരു മിഷന് വേണ്ടി തന്നെയാണ് യേശുവിനെ ലോകത്തിലേക്ക് ദൈവം വിട്ടത്. പക്ഷേ യേശുവിന് 100% അറിയാം ദാറ്റ് ഹീ ഈസ് ഗോയിങ് ടു ഡൈ, ഹി ഹാസ് ടു ഡൈ എന്നുള്ളത്. ഹീ ഈസ് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. കാരണം ഡിസൈപ്പിൾസിനോട് പറയുന്നുണ്ട് ഇന്ന വൈൽ ഐ എം ഗോയിങ് ടു ലിവ് യു, ഞാൻ മരിക്കും പക്ഷെ ഞാൻ തിരിച്ചു വരും എന്നൊക്കെ ആ ഒരു ഡെത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ജീസസ് വാസ് 100% ഷുവർ. ആ ഒരു മിഷനിൽ നിന്ന് യേശുവിനെ അകറ്റാൻ ആരും യേശു സമ്മതിച്ചില്ല. എന്നിട്ടും ആ ലാസ്റ്റ് മൊമെൻറ്റിലുള്ള പിതാവിനോട് പറയുന്നതാണ് പറ്റുമെങ്കിൽ ഇതൊന്ന് മാറ്റി തരാമോ, എനിക്ക് ഇറ്റ്സ് ടു ഹാർഡ് ഫോർ മീ എന്നൊരു. സോ അതാണ് എന്നെ പഠിപ്പിച്ചത്. വി ക്യാൻ ബി കംപ്ലീറ്റ്ലി ഓണസ്റ്റ് ആൻഡ് റിയൽ ടു അവർ ഫാദർ. നമ്മളുടെ അപ്പ നമ്മളുടെ ഏർത്തിലെ ഫാദറിനോട് വിളിക്കുന്നതിനെ കാട്ടി നമുക്ക് ഓഡാസിറ്റിയിലൂടെ അല്ലെ കോൺഫിഡൻസ് കൂടെ നമുക്ക് ചെല്ലാൻ പറ്റും. അപ്പ എന്ന് വിളിച്ചിട്ട് അപ്പ ഫാദർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, നമുക്ക് അത്രയും ഓണസ്റ്റ് ആവാൻ പറ്റും. നമുക്ക് ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ, നമുക്ക് തന്നെ ചെയ്യാൻ ഹെൽപ്പില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്കൊരു ഡേ ഇഷ്ടപ്പെട്ട താങ്ക് യു പറയാൻ ഓടിച്ചെല്ലാൻ പറ്റും. ഏത് നിമിഷവും നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റും. സോ ജീസസ് prayer is very influential for me. I pray that you can also be influential. So I hope we can move on to our today's devotional. പെട്ടെന്ന് നമുക്കൊന്ന് ഓടിച്ചെട്ട് വായിക്കും. ഇന്നത്തെ ഡിവോഷനിൽ എലിസബത്ത് ജോർജ് പറയുന്നത് ഫസ്റ്റ് ബ്ലെസ്സിങ് ഈസ് എ ഡീപ്പർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അത് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറയുന്നു. പ്രാർത്ഥന എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഡീപ്പൻ ചെയ്യാൻ. സെക്കൻഡ് തിങ് ഈസ് ഗ്രേറ്റർ പ്യൂരിറ്റി. ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇൻ ആ പ്രെയർ ലൈഫ്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഇറ്റ് ഹെൽപ്സ് അസ് ടു സാങ്ക്ടിഫൈ അവേഴ്സെൽസ്. ഞാൻ പറഞ്ഞു നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ദൈവം നമ്മളോട് ഇടയ്ക്ക് വിസ്പർ ചെയ്യും, ഇങ്ങനെ ചെയ്ത് തെറ്റായിപ്പോയി. അപ്പോൾ നമുക്ക് ഫോർഗീവൻസിനുള്ളൊരു ടൈമാണത്. തേർഡ് തിങ് ഈസ് കോൺഫിഡൻസ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ്. നമ്മൾ ഏതൊരു ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഗോൾസ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം പ്രാർത്ഥിക്കുക, എന്നിട്ട് ഗോൾസ് സെറ്റ് ചെയ്യുക. ഗോഡ് വുഡ് ബി വിത്ത് യു. ഫോർത്ത് തിങ് ഈസ് ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്പ്. നമ്മൾ പ്രെയർ ലൈഫ് ഇംപ്രൂവ് ചെയ്താൽ നമ്മുടെ റിലേഷൻഷിപ്സ് വിത്ത് അതേഴ്സ് ഓൾസോ ഇംപ്രൂവ്ഡ്. വൺ പ്രൂഫ് ദാറ്റ് ഐ കൻ ഗിവ് യു റൈറ്റ് നൗ ഇസ് ഫ്രം മാത്യു ചാപ്റ്റർ 5:24 പറയുന്ന ഒരു വേഴ്സ് ഉണ്ട്. ഐ വിൽ റീഡ് ദാറ്റ് വേഴ്സ് ഫോർ യു. മാത്യു 5:24 ഈ ഒരു ബ്യൂട്ടിഫുൾ വേഴ്സ് ഉള്ളത്. ലിവ് യുവർ ഗിഫ്റ്റ് റൈറ്റ് ദെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദി ആൾട്ടർ. ഫസ്റ്റ് ഗോ ആൻഡ് ബി റീകൺസൈൽഡ് ടു യുവർ ബ്രദർ, ദെൻ കം ആൻഡ് ഓഫർ യുവർ ഗിഫ്റ്റ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് നമുക്ക് ആരോടെങ്കിലും ക്ഷമിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇഫ് ഗോഡ് വിൽ ഷോ യു, അല്ല ചോദിക്കുക ഗോഡ് ഈസ് ദർ എനി പേഴ്സൺ ദാറ്റ് ഐ ഷുഡ് ഫോർഗിവ്. അത് ഫോർഗീവ് ചെയ്തിട്ട് നമ്മൾ വരുമ്പം നമ്മൾ ആളോട് ക്ലിയർ കോൺഷ്യസ് ആവും നമുക്ക്. അപ്പം അങ്ങനെ ചെയ്യുമ്പം ആ റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ ഇൻഫ്ലുവൻസസ്. ദെൻ ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് contentment. That is contentment, തൃപ്തി. എല്ലാ കാര്യത്തിലും ഉള്ളത് മതി, ദാറ്റ് ഈസ് ഇനഫ്. ആ ഒരു നമുക്കൊരു സംതൃപ്തി തരും, നമുക്കൊരു ഇന്നർ പീസ് ദൈവം തരുന്നത്. ബിക്കോസ് വി ട്രസ്റ്റ് ഇൻ ദ ഗുഡ് ഹാർട്ട് ഓഫ് എ ഫാദർ. വാട്ട് എവർ യു ഹാവ് റൈറ്റ് നൗ, അതിന് താങ്ക് യു പറയാനും നമുക്കുള്ള കാര്യത്തിന് താങ്ക് യു പറയാനും ദൈവം തരുന്നത് മതി എന്ന് നമുക്ക് ആ ഒരു ഹംബിൾ പൊസിഷനിൽ എത്താനും നമ്മുടെ പ്രയർ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദെൻ ഇസ് ഗോഡ് കോൺഫിഡൻസ്. ദൈവം നമുക്ക് തരുന്ന കോൺഫിഡൻസ് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. സോ whenever we make choices that honor God, നമ്മൾ ചെയ്യുന്ന ഗോൾസും സെറ്റ് ചെയ്യുന്ന പ്രയോറിറ്റിയൊക്കെ ഗോഡ് ഡ്രിവൻ ആണെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ആയിരിക്കും. ഐ ക്യാൻ മൂവ് ഓൺ, ഗോഡ് വിൽ ഫൈറ്റ് ഫോർ മീ, ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു അഷുറൻസ് നമുക്ക് തരും. ആൻഡ് ഫൈനലി മിനിസ്ട്രി ഓഫ് പ്രെയർ ദാറ്റ് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. വെൻ വി ആർ ഹീൽഡ്, അത് നമുക്ക് മാത്രമല്ല നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. എസ്പെഷ്യലി ദ പവർഫുൾ പ്രെയർ ഓഫ് പേരൻസ്. എനിക്ക് തോന്നുന്നു ആസ് ചിൽഡ്രൻ നമ്മളുടെ കൂടെ എപ്പോഴും നമ്മളുടെ ഒരു പ്രൊട്ടക്റ്റീവ് ഫെൻസായിട്ട് ഒരു തീമതലായിട്ടുള്ളത് നമ്മുടെ പാസ്റ്റേഴ്സിൻ്റെ നമ്മുടെ പേരൻസിൻ്റെയും പ്രെയറാണ്. സോ നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി ഇൻറ്റർസീഡ് ചെയ്യാൻ പറ്റും. ഇഫ് എനി വൺ ഈസ് ഇൻ ട്രബിൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. ഇഫ് യു ഫീൽ സം പീപ്പിൾ ആർ വെരി ഡിപ്രസ്ഡ്, യു ക്യാൻ പ്രേ ഫോർ ദം. സോ ദീസ് ആർ ദി ഓൾ തിങ്സ് വി ഹാവ് ടു ഡിസ്കസ് ടുഡേ. ഐ നോ എൻ്റെ വീഡിയോ ഇച്ചിരി ലോങ് ആയിപ്പോയി, ബട്ട് താങ്ക് യു ഫോർ ലിസണിങ് മീ. താങ്ക് യു ഫോർ സ്റ്റേയിങ് വിത്ത് മീ ത്രൂ ഔട്ട് ദിസ് വീഡിയോ. God bless you. Till we meet tomorrow. Bye.